ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരളത്തിൽ തെയ്യം എന്ന് പറയുന്ന ഒരു പരമ്പരാഗത കലാപരിപാടിയുണ്ട്. ദൈവത്തിനു വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ ഇതിൽ പെർഫോം ചെയ്യുന്നവർ ദൈവത്തിനു വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കും എന്ന രീതിയിലാണ്. ഏകദേശം തീയിൽ അവർ 108 തവണ വീണു എഴുന്നേൽക്കുന്നു. ഈ കലയുടെ ഒരു സവിശേഷത എന്ന രീതിയിൽ ഇരിക്കുമ്പോൾ എതിർവശത്ത് ഒരു 12 വയസ്സുള്ള ആൺകുട്ടി ദൈവത്തിനു വേണ്ടി ഈ കലാപരിപാടിയിൽ പങ്കാളിയാകാൻ തുടങ്ങുന്നു. അവന്റെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവമാണ് ഈ സിനിമയുടെ കഥ. അതായത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ പേര് പൈതലാട്ടം എന്നതാണ്. തീർച്ചയായും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തിൽ ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു തെയ്യം കലാകാരൻ തന്റെ കുട്ടിയെ അതിനായി തയ്യാറാക്കി നിർത്തി അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ രംഗങ്ങൾ അവിടെ കട്ടാകുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഈ വ്യക്തി ഒരു കുടുംബത്തിലേക്ക് പോകാൻ തുടങ്ങുന്നു. നാട്ടിലെ ഈ തെയ്യം പരിപാടിയിൽ പങ്കെടുക്കുന്നവരിൽ ഈ കുടുംബം ഒരു പ്രധാന പങ്കാളികളാണ്. ഈ വീട്ടിലെ വ്യക്തിയിൽ നിന്നാണ് ഈ പരിപാടി ആരംഭിക്കാൻ പോകുന്നത്. നാട്ടിലെ കാരണവന്മാർ അവിടെ വന്ന് ഈ തവണ പരിപാടി കൃത്യമായി നടന്നു തീരണം, നിങ്ങൾ ഇത് നല്ല രീതിയിൽ നടത്തി തരണം എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ പ്രായമായവർ അവരുടെ പേരക്കുട്ടിയെ ഭയങ്കരമായി വിളിച്ചു കൂവുന്നുണ്ട്. നമുക്കൊരു കാര്യം നടക്കണമെങ്കിൽ മാത്രം അവൻ കാണാതാകുന്നു, അവൻ എവിടെയാണ് പോയിരിക്കുന്നത് എന്ന് അലറിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചെറിയ കുട്ടി മുത്തശ്ശി ജോലി ചെയ്യിപ്പിക്കും എന്ന് പേടിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ കാര്യം അവന്റെ അമ്മ കാണുന്നു. വിളിച്ചു വരുത്തി ഭക്ഷണമെല്ലാം കൊടുക്കുന്നു. ഇവരുടെ അച്ഛനാണ് ഈ തെയ്യത്തിലെ ഒരു പ്രധാന പങ്ക്. അതിനാൽ വഴിപാടുകളെല്ലാം നൽകുന്നു. ആ പരിപാടിക്ക് തയ്യാറായിരിക്കുമ്പോൾ സമാന്തരമായി ഈ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്. ആ ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കെ കട്ട് ചെയ്താൽ അമ്മയുടെ കൂടെ ഒരു ദിവസം കടയിൽ പോകുന്നു. ആവശ്യമായ സാധനങ്ങൾ എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടക്കാരൻ ഇവരുടെ അമ്മയോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുമ്പോൾ അമ്മ മുഖം ചുളിക്കാൻ തുടങ്ങുന്നു. ഈ കുട്ടിക്ക് ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഉടനെ പുള്ളിയും, നിങ്ങളുടെ അച്ഛനല്ലേ തെയ്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത്, നിങ്ങളുടെ അച്ഛൻ ദൈവത്തിന് തുല്യനാണ്, എന്റെ ആശംസകൾ അറിയിച്ചേക്കൂ എന്ന് സംസാരം മാറ്റി അവിടെ നിന്ന് അയക്കുമ്പോൾ നാട്ടുകാർ ഇവരുടെ കുടുംബത്തെ, പ്രത്യേകിച്ച് ഇവരുടെ അച്ഛനെ ഒരു പ്രത്യേക കണ്ണോടെയാണ് കാണുന്നത് എന്ന് നമ്മളെ കാണിക്കുന്നു. കട്ട് ചെയ്താൽ ഒരു ഉത്സവം. അവിടെ ഈ തെയ്യം പരിപാടി വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മല പോലെയുള്ള ഒരു വലിയ തീക്കൂട്ടം കൂട്ടുന്നു. അതിൽ ഈ വേഷങ്ങൾ കെട്ടിയിരിക്കുന്നവർ വീഴുമ്പോൾ 2 പേർ പിടിക്കുന്നു. ഏകദേശം 108 തവണ വീണ് ദൈവത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യണം. ജനങ്ങളെല്ലാവരും ഇത് കണ്ട് ആസ്വദിക്കുന്നു. ഇതൊരു ആചാരമായി പിന്തുടർന്നു വരുന്നു എന്ന രീതിയിൽ. ആ ചെറിയ കുട്ടിയുടെ അച്ഛനില്ലേ, ആളാണ് ഈ ജോലികളെല്ലാം ചെയ്തു തീർക്കുന്നത്. അതെല്ലാം നടന്നു കഴിയുന്നു. കട്ട് ചെയ്താൽ ഈ വേഷങ്ങളെല്ലാം കെട്ടി ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ആൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. കാരണം ഇവർ ഇത്രയും റിസ്ക് എടുത്ത് ഈ ആചാരങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടോ, സുരക്ഷയ്ക്കായി എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. ഇതിനൊരു തീരുമാനമെടുക്കണം, നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് സംസാരിച്ചു നിർത്തുമ്പോൾ ഈ ചെറിയ കുട്ടിയുടെ ജീവിതത്തിലേക്ക് പോകാൻ തുടങ്ങുന്നു. കുട്ടി സ്കൂളിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞില്ലേ, അച്ഛൻ ഇങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ അവിടെ തീയിൽ വീഴുന്നവർക്ക് എന്തെങ്കിലും ചെയ്യണം, നമ്മൾ എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്താം എന്ന രീതിയിൽ സ്കൂളിൽ സയൻസ് പ്രൊജക്റ്റ് ഒക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ഒരാൾ തീയുടെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ വെള്ളം താനെ അടിക്കുന്ന ഒരു സിസ്റ്റം അവൻ കണ്ടുപിടിക്കുമ്പോൾ അമ്മയ്ക്ക് വളരെ അഭിമാനം തോന്നുന്നു. അവിടെയുള്ള അധ്യാപകരും ഇവനെ നന്നായി പഠിപ്പിച്ചാൽ അവൻ ഉറപ്പായും ഒരു നല്ല നിലയിലെത്തും, കാരണം ഇവനിൽ അത്രയും കഴിവുകളുണ്ട് എന്ന് പറയുമ്പോൾ അതേസമയം ഇവരുടെ അച്ഛന് ആ ആചാരം കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായി ചുമ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം തീയിൽ കിടന്നാണ് ഇയാൾ ഈ ജോലികളെല്ലാം ചെയ്തിരിക്കുന്നത്. ചുമക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന തുപ്പൽ കറുത്ത നിറത്തിൽ കാണാൻ തുടങ്ങുന്നു. ഇയാൾ തളർന്നു പോകുന്നു. അവിടെയുള്ളൊരു വൈദ്യന്റെ അടുത്ത് പോയി ഇതെല്ലാം പറയുമ്പോൾ, നീ തീയിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളല്ലേ, ഇത് സ്വാഭാവികമാണ്, ഞാൻ തരുന്ന മരുന്ന് കഴിക്കൂ എന്ന് പറയുമ്പോൾ ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി ഇയാളെ പോലെ തന്നെ തെയ്യം വഴിപാട് നടത്തുന്ന ഒരാളുടെ അടുത്ത് പോകാൻ തുടങ്ങുന്നു. തീയിൽ ഇറങ്ങുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പരിപാടി നടത്തിയേ പറ്റൂ എന്ന് മാത്രമാണ് അവർ പറയുന്നത്. എന്നാൽ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, ശരി നീ നിന്റെ ശരീരം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇവിടെ ആ കുട്ടി സന്തോഷത്തോടെ പഠിക്കുന്നത് കൂടാതെ ചെണ്ടമേളം പഠിക്കാൻ അവന് വളരെ ഇഷ്ടമാണ്. അതിനാൽ ആ കാര്യങ്ങളെല്ലാം അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ അച്ഛനും കൂടെ തെയ്യം കിട്ടുന്ന മറ്റൊരു വ്യക്തിയും യാത്ര ചെയ്തു പോകുമ്പോൾ നാട്ടിലെ 4-5 ഗുണ്ടകൾ, നീ ഈ ജോലികളെല്ലാം കൃത്യമായി ചെയ്യുന്നില്ല, നിനക്ക് എന്തിനാടാ ഇത്ര അഹങ്കാരം എന്ന് പറഞ്ഞ് അവന്റെ കൂട്ടുകാരനെ തല്ലാൻ തുടങ്ങുമ്പോൾ തെയ്യം സംഘം എല്ലാം ഒന്നുകൂടുന്നു. നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇത്തരത്തിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും തീരുമാനമെടുത്തേ പറ്റൂ എന്ന് വീണ്ടും സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ സംസാരം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം വഴക്കുണ്ടാക്കിയവരെല്ലാം ഇവരെക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ളവരാണ്. അവരോട് പോയി ചോദിക്കുക എന്നത് നടക്കാത്ത കാര്യമാണ്. അതിനാൽ പോലീസുകാരും ഈ വിഷയം സംസാരിച്ചൊതുക്കി തീർക്കുന്നു. വീണ്ടും തെയ്യോത്സവം ആരംഭിക്കാൻ തുടങ്ങുന്നു. നാട്ടുകാർ അതിനായി ഒരുങ്ങുമ്പോൾ ഈ വശത്ത് ആ ചെറിയ കുട്ടിയുടെ അച്ഛന്റെ അസുഖം കാരണം ഭാര്യയോടൊപ്പം ആക്കാൻ കഴിയുന്നില്ല. ഇവർക്ക് രണ്ടാമതൊരു കുട്ടി വേണമെന്നാണ് ആഗ്രഹം. എന്നാൽ ഭർത്താവ് സഹകരിക്കാത്തതിനാൽ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഇയാൾ തീയിലൊക്കെ കിടന്ന് ആചാരങ്ങൾ ചെയ്യുന്നതല്ലേ, ഇത് പ്രധാന കാരണമാകാം എന്ന് പറഞ്ഞ് കുറച്ച് ടെസ്റ്റുകൾ എഴുതി കൊടുത്ത് പിന്നീട് വരാൻ പറയുന്നു. ഈ വശത്ത് ആചാരങ്ങൾ തുടരണം, ഈ തവണയും ഉത്സവം ഗംഭീരമായി നടത്തണം എന്ന് പറഞ്ഞ് പൂജാരി എല്ലാവരെയും കവടെ നിരത്തി നോക്കുമ്പോൾ ഈ തവണ പ്രധാന വേഷം ഒരു പുതിയ ആൾ കെട്ടിയേ പറ്റൂ എന്ന് തീരുമാനിക്കുന്നു. ഇത് നമ്മളെടുത്ത തീരുമാനമല്ല, ദൈവം കൽപ്പിച്ചതാണ്.
എന്ന് പറഞ്ഞ് ആരുടെയൊക്കെയോ പേരുകൾ തിരയുമ്പോൾ അപ്പോഴാണ് ആ 12 വയസ്സുള്ള കുട്ടിയുടെ കാര്യം വരുന്നത്. ഉടനെ അച്ഛൻ ഇതിന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ, അവൻ 12 വയസ്സുള്ള കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ തമാശ കളിക്കുകയാണോ, ദൈവം തന്നെ നിന്റെ കുട്ടിയെ തിരഞ്ഞെടുത്തതാണ്, അതിന് നീ പുണ്യം ചെയ്തിരിക്കണം എന്ന് പറയുന്നു. ഇയാൾക്ക് താല്പര്യമില്ലെങ്കിലും ഈ തീരുമാനമെടുക്കുമ്പോൾ വീട്ടിൽ വിവരമറിയുന്നു. കുട്ടിയുടെ മുത്തശ്ശിക്ക് വളരെ സന്തോഷമാകുന്നു. കാരണം ദൈവത്തിന്റെ വേഷം കെട്ടാൻ പോകുകയാണെങ്കിൽ ജനങ്ങൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയും, ഇതൊരു വരം പോലെ കിട്ടിയത് വലിയ കാര്യമാണ് എന്ന് സംസാരിക്കുന്നു. എന്നാൽ കുട്ടിയുടെ അമ്മയ്ക്ക് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാം. ഭർത്താവ് ഇത്രയും കഷ്ടപ്പെടുന്നു, ഇനി കുട്ടിയെയും ഈ പ്രായത്തിൽ കഷ്ടപ്പെടുത്തണോ? ആരെന്ത് പറഞ്ഞാലും ശരി, എന്റെ കുട്ടിക്ക് പഠിപ്പ് മാത്രമാണ് പ്രധാനം, വേറൊരു കാര്യത്തിനും ഞാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുമ്പോൾ വീട്ടിലുള്ളവർ ഈ തീരുമാനം ഒട്ടും അംഗീകരിക്കുന്നില്ല. അയൽപക്കത്തുള്ളവരെല്ലാം നിന്റെ മകൻ ദൈവത്തിന്റെ വേഷം കെട്ടാൻ പോവുകയാണോ, അവൻ ഭാഗ്യവാനാണ് എന്ന് പറയുന്നു. എങ്കിലും ഓരോ ദിവസവും ഓരോരുത്തർ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നമാണ് വരാൻ പോകുന്നത്, എന്റെ കുട്ടിയെ ഞാൻ എങ്ങനെ രക്ഷിക്കും എന്ന ചിന്ത മാത്രമാണ് അമ്മയുടെ മനസ്സിലോടുന്നത്. അവൻ ജനിച്ചതു മുതൽ ഇതുവരെ എത്രത്തോളം കരുതൽ നൽകിയാണ് അവനെ വളർത്തിയത്. ഇപ്പോൾ അവന് കഷ്ടപ്പാട് വരാൻ പോകുന്നു എന്നറിഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഇതിനിടയിൽ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തെ പോലൊരു രൂപം പ്രത്യക്ഷപ്പെട്ട് നീ ചെയ്യുന്നത് ശരിയായ കാര്യമാണ്, നിന്റെ കുട്ടിയെ നീ രക്ഷിക്കണം, അവനെ തീയിൽ വിടരുത് എന്ന് പറഞ്ഞ് മറയുമ്പോൾ അമ്മയ്ക്ക് ഭയം കൂടുന്നു. മറുവശത്ത് കുട്ടിയുടെ അച്ഛന് വേറെ വഴിയില്ലാത്തതിനാൽ തെയ്യം പഠിപ്പിക്കാനായി ഒരു വയസ്സായ ആളുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അയാളുടെ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. തീ അയാളെയും ബാധിച്ചതിനാലാണ് അയാൾ ഈ അവസ്ഥയിലായത് എന്ന് കാണിച്ചു തരുന്നു. കുട്ടിയോട് നീ തെയ്യം കെട്ടാൻ പോകുകയല്ലേ, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചൊല്ലാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനായി പ്രത്യേക ക്ലാസ്സുകളും തോറ്റം പാട്ടുകളും പഠിപ്പിച്ചു കൊടുക്കും. കുട്ടി പേടിച്ച് അത് ചെല്ലുമ്പോൾ പേടിക്കണ്ട, ഇത് ദൈവത്തിന് വേണ്ടിയുള്ള സേവനമാണ്, പേടിക്കാതെ ചൊല്ലിയാലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ധൈര്യം നൽകുമ്പോൾ കുട്ടി അത് നന്നായി ചൊല്ലി തീർക്കുന്നു. കൂടെയുള്ളവർക്ക് സന്തോഷമാകുന്നു. ഇവൻ തന്നെ തെയ്യം കെട്ടുമെന്ന് ഉറപ്പിക്കുന്നു. മറ്റൊരു വശത്ത് നാട്ടിൽ ഉത്സവം നടക്കാൻ പോകുന്നു. 12 വയസ്സുള്ള കുട്ടിയാണ് പങ്കെടുക്കുന്നത്. അതിനാൽ ശരിയായ സുരക്ഷ നൽകണം. പോലീസിൽ നിന്ന് അനുമതി വാങ്ങണമെന്ന് പറഞ്ഞ് നാട്ടുപ്രമാണിമാർ പോകുമ്പോൾ പോലീസുകാർ അനുമതി നൽകുന്നു. അതേസമയം കുട്ടി തെയ്യം വേഷം കെട്ടാൻ പോകുന്നതിനാൽ നാട്ടുകാർ അവനെ ഒരു പ്രത്യേക രീതിയിൽ കാണാൻ തുടങ്ങുന്നു. അവന് സ്കൂളിൽ പോകുമ്പോൾ ഓരോ കുട്ടിയും അവന്റെ മുന്നിൽ വന്ന് തൊഴുത് വലിയ ബഹുമാനം നൽകുന്നു. അവന് ഇതൊരു അത്ഭുതമായി തോന്നുന്നു. ക്ലാസ്സിൽ പോയി ഇരിക്കാൻ നോക്കുമ്പോൾ അധ്യാപിക വന്ന് എന്റെ സഹോദരൻ കുറെ നാളായി കിടപ്പിലാണ്, നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് കൈകൂപ്പി പറയുമ്പോൾ അവന് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അമ്മേ, ആർക്കും എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു, കാണുന്നവരെല്ലാം തൊഴുന്നു, എനിക്ക് ഒരുപാട് ബഹുമാനം തരുന്നു എന്ന് അവൻ അമ്മയോട് സങ്കടപ്പെടുന്നു. അപ്പോൾ 2 കുട്ടികൾ ഓടി വന്ന് വാടാ, പുറത്തു പോയി കളിക്കാം, ഉടനെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചീത്ത പറയുന്നു. ഇനി അവൻ നിങ്ങളുടെ കൂടെ കളിക്കാൻ വരില്ല, അവന് പഠിക്കണം, തെയ്യത്തിൽ പങ്കെടുക്കണം, അതിന് ഒരുപാട് ജോലികളുണ്ട്, ഇനി അവനെ വിളിക്കരുത് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മുഖം മാറുന്നു. അമ്മ ഓടി വന്ന് ഇത് തടയാനും കുട്ടിയെ കളിക്കാൻ വിടാനും ശ്രമിക്കുമ്പോൾ നിനക്ക് എന്തറിയാം, മിണ്ടാതെ അകത്തു പോടി എന്ന് അമ്മയെയും ചീത്ത വിളിച്ച് കുട്ടിയെ നിയന്ത്രിച്ചു വെക്കുന്നു. അടുത്ത ദിവസം തെയ്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടിയെ പഠിപ്പിക്കുന്നു. ആചാരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുട്ടി തല കറങ്ങി വീഴുന്നു. തുടക്കത്തിൽ ഇത് സാധാരണയാണെന്ന് കൂടെയുള്ളവർ കരുതുന്നുണ്ടെങ്കിലും അമ്മയ്ക്കും അച്ഛനും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. വേറെ വഴിയില്ലാതെ അവനെ വേഗത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പരിശോധിച്ച ഡോക്ടർ കുട്ടിക്ക് വൈറ്റമിൻ കുറവുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, കുട്ടിയെ ശ്രദ്ധിക്കൂ, നല്ല ഭക്ഷണം കൊടുക്കൂ എന്ന് താക്കീത് നൽകുന്നു. അമ്മ ഈ വിവരം വെച്ച് കുട്ടിയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുന്നു. പങ്കെടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നാട്ടുകാർ കുട്ടിയെ നിർബന്ധിക്കുന്നതിനാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. അപ്പോഴാണ് തീയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന ഒരു ഫയർ സ്യൂട്ടിന്റെ പരസ്യം കാണുന്നത്. അമ്മ ആരോടും പറയാതെ അത് ഓർഡർ ചെയ്യുന്നു. കുട്ടിയെ തെയ്യം കെട്ടുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് സുരക്ഷിതമാക്കാം എന്ന് കരുതി മെഡിക്കൽ ഷോപ്പിൽ പോയി തീപ്പൊള്ളൽ തടയുന്ന മരുന്നുകളും ഓയിന്റ്മെന്റും വാങ്ങി കുട്ടിയെ കാണിക്കുന്നു. മറുവശത്ത് അച്ഛൻ കുട്ടിക്കായി നാട്ടുവൈദ്യശാലയിൽ പോയി മരുന്നുകൾ വാങ്ങുമ്പോൾ അയാൾ ഭയങ്കരമായി ചുമക്കുന്നുണ്ട്. മരുന്ന് കൊടുക്കുന്നയാൾ അസുഖം മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. തീയിലാണ് നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, സമയമെടുക്കും എന്ന് പറയുമ്പോൾ ഇയാൾ മൗനമായി പോകുന്നു. ഇപ്പോൾ ഉത്സവം ആരംഭിക്കുന്നു. 12 വയസ്സുള്ള കുട്ടി തെയ്യം കെട്ടുന്നു എന്ന് വൻ പ്രചാരണം നൽകുന്നു. വിദേശത്തു നിന്നടക്കം ആളുകൾ വരുന്നു. തെയ്യം കലാകാരന്മാരെ പിന്തുണച്ചിരുന്ന വ്യക്തിക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ പൂർവികർ 4 പൈസ ഉണ്ടാക്കാനും ദൈവത്തിന് സേവനം ചെയ്യാനുമാണ് ഇത് ചെയ്തത്, അത് ശരിയാണ്. എന്നാൽ നമ്മുടെ തലമുറകളും ഇത് തന്നെ ചെയ്യണം എന്ന് നിർബന്ധിക്കുന്നത് തെറ്റാണ്. ഞാൻ ഈ ജോലി ചെയ്താൽ എന്റെ മകൻ നല്ല നിലയിൽ എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അവനെയും ഈ ജോലി ചെയ്യിക്കുന്നത് എനിക്കിഷ്ടമാകുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്നയാൾക്ക് ദേഷ്യം വരുന്നു. ദൈവത്തിന് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്, എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഒരാൾ കാൽ നഷ്ടപ്പെട്ട് നിൽക്കുന്നത്, കഴിഞ്ഞ തവണയൊക്കെ മരണങ്ങൾ സംഭവിച്ചല്ലോ, അതിനൊക്കെ എന്തു മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ദേഷ്യപ്പെട്ട് ഇയാൾ എഴുന്നേറ്റ് പോകുന്നു. മറുവശത്ത് ഉത്സവം ഗംഭീരമായി തുടങ്ങുന്നു.
തീ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ അമ്മ വന്ന് ആ ഫയർ സ്യൂട്ട് നൽകി തെയ്യത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് മകന് കൊടുക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പോലീസുകാരും അവിടെ എത്തി കാര്യങ്ങൾ സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. കുട്ടി തെയ്യം വേഷം കെട്ടുന്നു. ആളുകൾ ആവേശത്തോടെ നോക്കി നിൽക്കെ അവൻ തീയിലേക്ക് ഇറങ്ങേണ്ട സമയം വരുന്നു. ആദ്യ തവണ അവൻ ഇറങ്ങുന്നു. കുഴപ്പമൊന്നും തോന്നുന്നില്ല. എന്നാൽ വീണ്ടും വീണ്ടും ഇത് ചെയ്യുമ്പോൾ 108 തവണ കുട്ടിയെ തീയിലേക്ക് എടുത്തെറിയണം. ആളുകൾ ഗോവിന്ദ എന്ന് വിളിച്ചു കൂവുമ്പോൾ അച്ഛന് വിഷമം തോന്നുന്നു. ഒരു ഘട്ടത്തിൽ കുട്ടിക്ക് താങ്ങാൻ കഴിയാതെ അച്ഛാ എന്നെക്കൊണ്ട് വയ്യ, ഇത് നിർത്താമോ എന്ന് അച്ഛനോട് കരഞ്ഞു ചോദിക്കുന്നു. അച്ഛൻ ഭയന്ന് ഇത് തടയാൻ ഓടിയെത്തുമ്പോൾ 100 തവണ കഴിഞ്ഞു, ഇനി 8 എണ്ണമേ ഉള്ളൂ, ദൈവത്തിന് വേണ്ടിയുള്ളതല്ലേ, ശരിയാകും എന്ന് പറഞ്ഞ് കാരണവർ തടയുന്നു. അമ്മ വിവരം അറിഞ്ഞ് ഓടിയെത്തുമ്പോഴാണ് അവൻ ഫയർ ജാക്കറ്റ് ഇട്ടിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. പരിഭ്രാന്തയായ അമ്മ പോലീസുകാരനോട് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, ഇപ്പോൾ തീരുമല്ലോ എന്ന് പറഞ്ഞ് അയാൾ ഒഴിവാക്കുന്നു. 108ാമത്തെ തവണ കുട്ടി തീയിൽ വീഴുമ്പോൾ അവൻ അനക്കമില്ലാതെ കിടക്കുന്നു. എല്ലാവരും ഞെട്ടുന്നു. നോക്കുമ്പോൾ കുട്ടിക്ക് ശ്വാസമില്ല. മേക്കപ്പ് അഴിച്ചു മാറ്റുമ്പോൾ മുഖവും കാലുകളും കരിഞ്ഞുപോയ അവസ്ഥയിലായിരുന്നു. ശ്വാസം നിലക്കുന്നതുവരെ അവർ ആ ചടങ്ങ് നിർത്തിയില്ല. കുട്ടി ആ സ്ഥലത്ത് തന്നെ ദാരുണമായി മരണപ്പെടുന്നു. ഇത് കണ്ട് അച്ഛനും അമ്മയും തകർന്നു പോകുന്നു. അമ്മ ബോധം കെട്ട് വീഴുന്നു. അടുത്ത ദിവസം ഉത്സവം തുടരണമെന്നും ചടങ്ങുകൾ വേഗം തീർക്കണമെന്നും നാട്ടുപ്രമാണി സമ്മർദ്ദം ചെലുത്തുന്നു. കുട്ടിയുടെ മൃതദേഹത്തിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ മൃതദേഹം കൊണ്ടുപോകാനായി പോലീസ് വരുന്നു. എന്നാൽ അവൻ ഞങ്ങളുടെ ദൈവമാണ്, വിട്ടുതരില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർ വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ കുട്ടിയുടെ അച്ഛന് തെയ്യം തുള്ളൽ വരുന്നു. ഇയാൾ ഭയങ്കരമായി അലറി വിളിക്കുന്നു, എന്റെ കുട്ടിയെ നിങ്ങൾ ദൈവമാക്കരുത്, എന്റെ കുട്ടിയെ നിങ്ങൾ ദൈവമാക്കരുത്, ഈ തീ കാരണം ഇനി ഒരു ജീവനും പോകരുത് എന്ന് നിലവിളിച്ച് ഇയാൾ ബോധം കെട്ട് വീഴുന്നു. ഇയാളുടെയും ശ്വാസം നിലച്ച അവസ്ഥയാകുന്നു. ഇത് കണ്ട നാട്ടുകാർ കുട്ടിയുടെ മൃതദേഹം പോലീസിന് വിട്ടുകൊടുക്കുന്നു. ആംബുലൻസിന് പിന്നാലെ കണ്ണീരോടെ അമ്മ നടന്നു പോകുന്നതോടെ ഈ സിനിമ അവസാനിക്കുന്നു. ആചാരം എന്നത് ഒരു അന്ധവിശ്വാസമായിരുന്നില്ല എങ്കിൽ ഈ കുട്ടിയെ രക്ഷിക്കാമായിരുന്നു. ദൈവവിശ്വാസം തെറ്റല്ല, എന്നാൽ അത് അന്ധവിശ്വാസമായി മാറിയാൽ അത് ഏത് ലെവലിലേക്ക് എത്തിക്കും എന്നതിന് ഈ സിനിമ ഒരു മികച്ച ഉദാഹരണമാണ്. ഈ സിനിമയും എന്റെ വിവരണവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.